MDMA എങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ വർക്ക് ചെയ്യുന്നത്? ഇത് സെറോട്ടോണിൻ റിലീസ്, ഇപ്പോൾ ഞാൻ പറഞ്ഞ ന്യൂറോ ട്രാൻസ്മിറ്റർ, ഇതിൻ്റെ റിലീസിനെ ഭയങ്കരമായിട്ട് കൂട്ടും, ഇത് എൻഹാൻസ് ചെയ്യും. അപ്പോൾ ഇത് അതേപോലെ ഡൊപ്പമീനും നോറെഫ്രിൻ റിലീസും, ഇത് രണ്ടിൻ്റെയും റിലീസിനെ ഇത് എൻഹാൻസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ കൊണ്ട് ഉണ്ടാകുന്നത്, ഈ എഫക്റ്റൊക്കെ നമുക്ക് ഭയങ്കര ഇൻറ്റൻസ് ആയിട്ട് ഫീൽ ചെയ്യും. ഇപ്പോൾ ഇതൊരു ലവ് ആണെങ്കിലും ബോധമാണെങ്കിലും അനുഭൂതിയാണെങ്കിലും കളേഴ്സ് നമ്മളുടെ പെർസെപ്ഷൻ ആണെങ്കിലും ഇതൊക്കെ നമുക്ക് ഭയങ്കര ഇൻറ്റൻസ് ഫീലിംഗ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു റീഅപ്ടേക്ക് ഇൻഹിബിറ്റ് ചെയ്യുന്നതുകൊണ്ട് ഈ ഡൊപ്പമിൻ റിലീസായ ഡൊപ്പമിനും സെറോട്ടോണിനും ഇതൊക്കെ ഈ സിനാപ്റ്റിക് ക്ലെഫ്റ്റിൽ കുറേ നേരം ഉണ്ടാവും. അതുകൊണ്ടാണ് ഇതൊരു ഭയങ്കര ഒരു ലിപ്പോഫിലിക്കായ ഒരു ഡ്രഗാണ് MDMA എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ബ്ലഡ് ബ്രെയിൻ ബാരിയറിനെ വളരെ ഈസി ആയിട്ട് ക്രോസ് ചെയ്യും. ഇങ്ങനെ ക്രോസ് ചെയ്യുന്നതുകൊണ്ട് ഇതിൻ്റെ ആക്ഷൻ എന്ന് പറയുന്നത് ഇത് വളരെ വേഗം വൈഡ് സ്പ്രെഡ് ആവും നമ്മുടെ ബോഡിയിൽ മൊത്തം. അത് കഴിഞ്ഞിട്ട് ഈ റിലീസ് ചെയ്യുന്ന സാധനത്തിൻ്റെ റീഅപ്ടേക്കിനെ ഇത് ബ്ലോക്ക് ചെയ്യും. ഇങ്ങനെ ബ്ലോക്ക് ചെയ്യുന്നതുകൊണ്ട് ഇതിനൊരു ആക്ഷൻ ഒരു 6 to 7 അല്ലെങ്കിൽ 7 to 8 hours വരെ ഈ ഒരു സാധനം കഴിക്കുമ്പോൾ നമുക്ക് ഇത്രയും നേരം ഇങ്ങനെ കൂടുതൽ ഇങ്ങനെ എനർജിയും കുറേ നേരം ഡാൻസ് കളിക്കാനും ഒക്കെ ഉള്ള ഒരു ഫുൾ അലേർട്ടായിരിക്കും നമ്മൾ. അതുകൊണ്ടാണ് ഇതൊരു പാർട്ടി അല്ലെങ്കിൽ ഒരു റേവ് ഡ്രഗായിട്ടൊക്കെ യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ ഇത്രയും ഒരു അമാനുഷികമായ കഴിവാണ് നമുക്ക് ഇത് കഴിച്ച് കഴിയുമ്പോൾ ഉണ്ടാവുക. പക്ഷേ ഇത് കഴിച്ച് കഴിഞ്ഞ് ഈ ഒരു 5 to 6 hours കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും നമ്മുടെ ബ്രെയിൻ തിരിച്ച് പഴയ അവസ്ഥയിലേക്ക് പോവുകയും അപ്പോൾ നമുക്ക് വീണ്ടും ഈ സാധനം വേണം എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവുകയും ഈ ഡിപ്രസീവ് അവസ്ഥയിലേക്കും ഒരു കൂടുതൽ ആങ്സൈറ്റി ആയിട്ടുള്ള അവസ്ഥയിലേക്കൊക്കെ നമ്മൾ പോകും.